ആദ്യത്തെ ക്ലാസ് തുടങ്ങുവാണ്. ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ബേസിക് ക്ലാസ്സസ് ആണിത്. സോ ഫ്ലൂയിഡ് മെക്കാനിക്സ് ഡീൽസ് വിത്ത് ദ ബിഹേവിയർ ഓഫ് ഫ്ലൂയിഡ്സ്. സോ വാട്ട് ആർ ദ ഫ്ലൂയിഡ്സ്? നമുക്ക് മെയിൻലി സോളിഡ് ആൻഡ് ഫ്ലൂയിഡ് ആണ്. അപ്പോൾ ഫ്ലൂയിഡിൻ്റെ അകത്ത് കാറ്റഗറി വരുന്നത് ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. ഇനി ഇതിന് ഈ ഫ്ലൂയിഡ് മെക്കാനിക്സിനെ 3 സബ് ഡിവിഷൻസ് ആയിട്ട് പറയും. ഫസ്റ്റ് വൺ ഈസ് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ്, സെക്കൻഡ് വൺ ഈസ് ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് ആൻഡ് തേർഡ് വൺ ഈസ് ഫ്ലൂയിഡ് ഡൈനമിക്സ്. അപ്പോൾ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് കണ്ടീഷനിലുള്ള ഫ്ലൂയിഡ്സ് വിത്തൗട്ട് കൺസിഡറിങ് ഇറ്റ്സ് മോഷൻ ഓർ ഫോഴ്സ്. ഇഫ് ദ ഫ്ലൂയിഡ് ഈസ് അറ്റ് റെസ്റ്റ്, then the study of fluid at rest is known as fluid statics. And if the fluid is in moving condition, suppose it has a velocity, acceleration, angular velocity, angular acceleration, etc., and we study about it without considering any forces, പ്രഷർ ഫോഴ്സിനെ കുറിച്ച് യാതൊരു പഠനവും നടത്താതെ അതിൻ്റെ വെലോസിറ്റി ആക്സിലറേഷൻ കൺസെപ്റ്റിൽ മാത്രം ഊന്നി നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നതാണ് ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്. And now if you study the fluid in motion with considering the pressure forces, then that is known as fluid dynamics. Okay, so next one is some properties of fluids. ബേസിക് പ്രോപ്പർട്ടീസ് ഓരോന്നോരോന്ന് ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഡെൻസിറ്റി. ഇതിന് നമ്മൾ മാസ് ഡെൻസിറ്റി എന്ന് പറയും, കാരണം ന്യൂമറേറ്ററിലുള്ളത് മാസ്സാണ്. സോ മാസ് ഡെൻസിറ്റി എന്ന് പറയും. ഡെൻസിറ്റി ഈസ് മാസ് ബൈ വോളിയം. സോ യൂണിറ്റ് ഓഫ് ഡെൻസിറ്റി ഈസ് ഓർ യൂണിറ്റ് ഓഫ് മാസ് ഡെൻസിറ്റി ഈസ് കിലോഗ്രാം പെർ meter cube, where mass unit is kilogram and volume unit is meter cube. ഇനി ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് നമുക്ക് ഫ്ലൂയിഡിൽ 2 കാറ്റഗറി ഉണ്ട്. ഒന്ന് ലിക്വിഡാണ്, ഒന്ന് ഗ്യാസാണ്. അതിൽ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് നമ്മൾ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടാണ് കരുതുന്നത്. നേരെ മറിച്ച് ഗ്യാസിൻ്റെ ആണെങ്കിൽ ഇറ്റ് വേരി വിത്ത് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. നൗ ഹൗ ഇറ്റ് വേരീസ്? ഡെൻസിറ്റി ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും. ഗ്യാസിൻ്റെ വോളിയം കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡെൻസിറ്റി കുറയും. ആൻഡ് ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ. ഡെൻസിറ്റി ഇൻക്രീസ് ഇൻ പ്രഷർ നമ്മൾ കൂട്ടുമ്പം വോളിയം കുറയും. വോളിയം കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് വെയ്റ്റ് ഡെൻസിറ്റി. സോ വെയ്റ്റ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് വെയ്റ്റ് എന്ന് പറയും. അപ്പോൾ വെയ്റ്റ് ഡെൻസിറ്റി എന്ന് പറയാൻ കാരണം നേരത്തെ മാസ് ഡെൻസിറ്റി ന്യൂമറേറ്ററിൽ വെയ്റ്റ് ആയിരുന്നു, മാസ് ആയിരുന്നു. ഇവിടെ വെയ്റ്റ് ഡെൻസിറ്റി ന്യൂമറേറ്ററിൽ വെയ്റ്റ് ആയിരിക്കും. സോ വെയ്റ്റ് ഡെൻസിറ്റി ഒമേഗ ഈസ് ഈക്വൽ ടു വെയ്റ്റ് ബൈ വോളിയം. ഓർ ദിസ് ഈസ് ഈക്വൽ ടു വെയ്റ്റ് നമുക്ക് എന്താ പറയുക? ക്യാപിറ്റൽ W ഈസ് ഈക്വൽ ടു mg എന്ന് എഴുതാം. സോ mg ബൈ v, വേർ m ബൈ v ഈസ് മാസ് ഡെൻസിറ്റി. സോ ഒമേഗ വെയ്റ്റ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു റോ g എന്നുള്ളൊരു ഇക്വേഷൻ നമുക്ക് എഴുതാം. ഒമേഗ ഈക്വൽ ടു റോ g. Omega specific weight is equal to mass density into gravity, acceleration due to gravity. Now if we take the mass density നമ്മൾ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡിനെ മാസ് ഡെൻസിറ്റി പറയും. അങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് നമ്മൾ വാട്ടർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ is taken as 1000 kg per meter cube. So if density of water is 1000 kg per meter cube, specific weight of water will be equal to 1000 into 9.81, which is nothing but 9810 Newton per meter cube. So next property is specific volume. ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല, which is inverse of mass density. So inverse of mass density പറയുമ്പോൾ volume by mass. Okay, next property specific volume ആണ്, ഞാൻ ഇവിടെ തന്നിട്ടില്ല. inverse of mass density ആണ്. So volume by mass of fluid ആണ്. And next property is specific gravity. Specific gravity is the ratio of weight density of any fluid to weight density of standard fluid. ഇവിടെ ഇക്വേഷനിൽ 2 1 തന്നെയാണ് തന്നിരിക്കുന്നത്, തിരുത്തണം. വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് എനി ഫ്ലൂയിഡ് ടു വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. ഓക്കെ, വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് എനി ഫ്ലൂയിഡ് ടു ദി വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. ഫൈൻ. So for liquid the standard fluid is taken as water and for gases it is taken as air. ഈ സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് പറയുന്ന വേറൊരു പേരാണ് റിലേറ്റീവ് ഡെൻസിറ്റി. കാരണം നമ്മൾ വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് എനി ഫ്ലൂയിഡിനെ കുറിച്ച് നമുക്ക് ഏതെങ്കിലും ഒരു ഫ്ലൂയിഡിൻ്റെ വെയ്റ്റ് ഡെൻസിറ്റി അറിയണമെങ്കിൽ ഇൻ ടേംസ് ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മളതിനെ പറയുന്നതുകൊണ്ട്, റിലേറ്റീവായിട്ട് പറയുന്നതുകൊണ്ട് നമ്മളതിനെ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയും. രണ്ടും വെയ്റ്റ് ഡെൻസിറ്റിയാണ്. ന്യൂമറേറ്ററിൽ ആൻഡ് ഡിനോമിനേറ്ററിൽ ബോത്ത് ആർ വെയ്റ്റ് ഡെൻസിറ്റി. സോ ഇറ്റ് വിൽ ബി യൂണിറ്റ് ലെസ് ഓർ ഇറ്റ് വിൽ ബി ഡയമെൻഷൻ ലെസ്. ഇതിൻ്റെ നൊട്ടേഷൻ യൂസ് ചെയ്യുന്ന either you use the symbol S or we use the symbol G. S അല്ലെങ്കിൽ ജിയും കൂടി ഇതിൽ യൂസ് ചെയ്യും. Fine. So specific gravity is weight density of any fluid to the weight density of standard fluid. So in the case of fluid, standard fluid is in the case of liquid, standard fluid is water.
Next is surface tension. Surface tension is defined as the tensile force acting on a surface of liquid in contact with gas such that the contact surface behave like a membrane under tension. നമ്മൾ പഠിച്ചിട്ടുണ്ട് പണ്ട് how the material float in water. അപ്പോൾ ആ ഫ്ലോട്ടിങ് ഒരു പേപ്പറിന് അല്ലെങ്കിൽ ഒരു വെയിറ്റ് ഇല്ലാത്തൊരു മെറ്റീരിയലിന് ഫ്ലോട്ട് ചെയ്യാൻ സാധിക്കുന്നത് ഈ ഒരു ടെൻസൈൽ ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ്. അതിനെയാണ് പറയുന്നത് സർഫസ് ടെൻഷൻ. അപ്പം ടോപ്പ് മോസ്റ്റ് ലെയർ ഓഫ് വാട്ടറിന് ഒരു മെംബ്രെയിൻ പോലെ അതിനെ വലിച്ചു നീട്ടി വെക്കുന്ന ആ ടെൻസൈൽ ഫോഴ്സിനെ നമ്മൾ ടെൻഷൻ സർഫസ് ടെൻഷൻ എന്ന് പറയും. നൗ ഇഫ് യു ഡിഫൈൻ ഇറ്റ്, ഇറ്റ് ഈസ് ദ ടെൻസൈൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. ടെൻസൈൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. സോ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് സർഫസ് ടെൻഷൻ? ന്യൂട്ടൺ പെർ മീറ്റർ. ഇതിന് വേറൊരു ഇക്വേഷനും കൊണ്ടുണ്ട്, സർഫസ് എനർജി പെർ യൂണിറ്റ് ഏരിയ. സർഫസ് എനർജി പെർ യൂണിറ്റ് ഏരിയ. ഇൻ ദാറ്റ് കേസ് ദ യൂണിറ്റ് ബിക്കംസ് ജൂൾ പെർ meter square. So this is due to cohesion between liquid particles at the surface. Cohesion between liquid particles at the surface.